തൈറോയിഡ് സ്റ്റിമുലേറ്റ് ചെയ്യാനും മെൻസ്ട്രൽ പ്രോബ്ലം ഉള്ളവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആസനയാണ് ഇത്. എല്ലാവർക്കും നമസ്കാരം. അമല സ്വാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് പുതിയൊരു ആസനയായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ആസനയുടെ ഇന്ന് ചെയ്യാൻ പോകുന്ന ആസനയുടെ പേരാണ് സേതുബന്ധാസന. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് നിവർന്ന് കിടക്കുക. അതിന് ശേഷം നമുക്ക് ഓരോരോ കാലുകളായിട്ട് മടക്കി ഹിപ്പിന് നേരെയായിട്ട് രണ്ട് കാലുകളും വയ്ക്കുക. മടക്കി ബട്ടക്സോട് ചേർത്ത് വയ്ക്കുക. കൈകളെ നിവർത്തി പതിച്ച് വയ്ക്കുക, കമഴ്ത്തി. നമ്മൾ ആദ്യമായി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണെന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്ത് ആസന ചെയ്യുമ്പോഴും വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ഇല്ലെങ്കിൽ ബോഡി എവിടെയെങ്കിലുമൊക്കെ കൊളുത്തി പിടിക്കും, അതല്ലെങ്കിൽ വേദനിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് വാമപ്പുകൾ ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ഇനി കാലിൻ്റെ കണ്ണിയിൽ പിടിച്ചുകൊണ്ട് ബോഡി ഫുള്ളായി ഉയർത്തുക. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ബാലൻസ് കിട്ടാനായിട്ട് ബോഡി മുകളിലേക്ക് ഉയർത്താനായിട്ട് ഏറ്റവും ബെറ്റർ കാലിൽ ഇതുപോലെ കൈകൾ പിടിച്ചുകൊണ്ടാണെന്ന് വെച്ചാൽ ബോഡി ഇതുപോലെ ഉയർത്താൻ പറ്റും. ഇപ്പോൾ ഫൈനൽ പോസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് പോലെ നമുക്ക് തോന്നും. ഇതാണ് പോസ്. ഇതാണ് സേതുബന്ധാസന. താടി നമ്മളുടെ നെഞ്ചിൽ മുട്ടി ചേർന്നിരിക്കണം. അതേപോലെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ റിലാക്സ് ചെയ്തിട്ട് ചെയ്യാം. അതായത് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം എടുത്ത് വിട്ടുകൊണ്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് എത്ര നേരം ഹോൾഡ് വയ്ക്കാൻ പറ്റുമോ, അതായത് ബോഡി ഉയർത്തി പിടിച്ചുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് ബോഡി ഉയർത്തുക. എന്നിട്ട് എത്ര നേരം നമുക്ക് ഇതേപോലെ ഈ പോസിൽ എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്ര നേരം ഹോൾഡ് ചെയ്തതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തിൽ ബോഡി പഴയ പോസിലേക്ക് കൊണ്ടുവരിക. നമ്മൾ പെട്ടെന്ന് ബോഡി താഴേക്ക് കൊണ്ടുവരരുത്. അപ്പോൾ എവിടെയെങ്കിലും വേദനിക്കും. അതുകൊണ്ട് സാവധാനത്തിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാൽക്കണ്ണിയിൽ പിടിക്കണമെന്നില്ല എങ്കിൽ നമുക്ക് കൈ വേണമെങ്കിൽ താഴെ തറയിൽ പതിച്ച് വയ്ക്കാം കേട്ടോ. ഇതും അല്ലെങ്കിൽ നമുക്ക് രണ്ട് കൈയും ലോക്ക് ഇട്ടിട്ട്, അതായത് ചേർത്ത് കോർത്ത് പിടിച്ചുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് വളരെയധികം ബോഡിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആസനയാണ്. നട്ടെല്ലിനൊക്കെ ബാക്ക് പെയിൻ ഉള്ളവർക്കും അതേപോലെ ഡിസ്ക് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇത് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പക്ഷെ ഒറ്റയടിക്ക് നമ്മൾ ചെയ്യരുത്. നിങ്ങളുടെ അതായത് ബോഡി ഈ ബാക്ക് പെയിനും ഒക്കെ ഉള്ളവരുടെ ബോഡിക്കനുസരിച്ച് വേദനയില്ലാത്ത വിധം മാത്രം കുറച്ചായിട്ട് ചെയ്യുക. ഒറ്റയടിക്ക് ഒരിക്കലും ചെയ്യരുത്. നമുക്ക് വേദന ബോഡിക്ക് വരാത്ത വിധത്തിൽ സാവധാനത്തിൽ കുറച്ചായിട്ട് മുകളിലേക്ക് ഉയർത്തുക. അപ്പോൾ അത് നമ്മൾ പതിയെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇത്രയും ഹൈറ്റിൽ ബോഡി കൊണ്ടുവരാൻ പറ്റും. ഒറ്റയടിക്ക് നമുക്ക് ഇതുപോലെ കൊണ്ടുവരാൻ സാധിക്കില്ല ഒരിക്കലും. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ചെയ്യുക. അപ്പോൾ ബാക്ക് പെയിൻ ഉള്ളവരൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ നെക്കിന് സർജറി എന്തെങ്കിലും ഇഞ്ചുറിയൊക്കെ പ്രോബ്ലം ഉള്ളവർ ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തൈറോയിഡ് സ്റ്റിമുലേറ്റ് ചെയ്യാനും അതേപോലെ മെൻസ്ട്രൽ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു ആസന. അതായത് എസ്പെഷ്യലി നമ്മുടെ ഹൈപ്പോ തൈറോയിഡ് ഉള്ളവർക്ക് വളരെ നല്ലൊരു ആസനയാണ്. അതായത് തൈറോയിഡിൻ്റെ പ്രൊഡക്ഷൻ കുറവുള്ളവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഇത്. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഫങ്ഷനിങ് ഒക്കെ പ്രോപ്പറായി നടക്കാനും ഈ ഒരു ആസന വളരെയധികം സഹായിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഷോൾഡർ സ്ട്രെങ്തൻ ചെയ്യാനും അതേപോലെ തൈസിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. കാലിൻ്റെ തുടകൾക്കൊക്കെ നല്ലൊരു വലിച്ചിൽ വരുന്നതുകൊണ്ട് തന്നെ ഒക്കെ നല്ല സ്ട്രോങ് ആവാനൊക്കെ വളരെ നല്ലതാണ് ഈ സേതുബന്ധാസന. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും നമ്മൾ തൈറോയ്ഡ് ചെക്ക് ചെയ്ത എല്ലാവർക്കും സർവ്വസാധാരണമായിട്ട് വരുന്ന പ്രോബ്ലമാണ് തൈറോയിഡിൻ്റെ പ്രോബ്ലം. അപ്പോൾ തൈറോയിഡ് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വളരെ അധികം യൂസ്ഫുള്ളാണ്. നമ്മുടെ ഹൈപ്പോ തൈറോയിഡ് ഉള്ളവർക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കുറവുള്ളവർക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ആസനയാണ് സേതുബന്ധാസന. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നെക്കിന് എന്തെങ്കിലും ഇഞ്ചുറിയോ സർജറി എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർ ചെയ്യാതിരിക്കുക. പിന്നെ അതേപോലെ ബാക്ക് പെയിൻ ഉള്ളവർ ശ്രദ്ധിച്ച് വളരെ സാവധാനത്തിൽ ചെയ്യാം.
നമ്മളുടെ അപ്പോൾ ആസനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശവാസനത്തിൽ നമുക്ക് കിടക്കാം. അതായത് കൈയും കാലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കൈ ബോഡിയിൽ നിന്ന് വിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കൈ മലർത്തി വെച്ച് കിടക്കുക. കാലൊക്കെ ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൽ വെച്ചതിന് ശേഷം കണ്ണുകൾ അടച്ച് കിടന്നതിന് ശേഷം ഈ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകുമ്പോൾ മാക്സിമം തട്ടി ഉണർത്തുമ്പോൾ സാവധാനത്തിൽ തട്ടി ഉണർത്തണം. ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ അത്രയും എക്സസൈസ്, അതായത് ആസനങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ ശവാസനത്തിൽ കിടക്കുമ്പോൾ സാവധാനത്തിൽ കണ്ണ് തുറന്ന് എണീക്കാൻ ശ്രമിക്കുക. ഉറങ്ങിപ്പോയാൽ അത് നല്ലതാണ്. നമ്മളുടെ ബോഡിക്കൊക്കെ ഉണർന്ന് കഴിയുമ്പോൾ ഒരു എനർജി കിട്ടും. അപ്പോൾ തട്ടി എണീക്കുമ്പോൾ പെട്ടെന്ന് തട്ടി എണീപ്പിക്കരുത് ആര് ചെയ്യുകയാണെങ്കിലും. ശവാസനത്തിൽ നിന്ന് ഒരിക്കലും പെട്ടെന്ന് തട്ടി ഉണർത്തരുത്. വളരെ സാവധാനത്തിൽ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് മുകളിലേക്ക് വെച്ച് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിലേക്ക് കുത്തിക്കൊണ്ട് എണീക്കുക. അതിന് ശേഷം സുഖാസനത്തിലിരുന്നുകൊണ്ട് കൈകൾ രണ്ടും കൂടെ ബാക്കിലേക്ക് പിടിച്ചതിന് ശേഷം കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മളുടെ തല ഓരോ കാൽമുട്ടിലേക്കും മുട്ടിക്കാം. കണ്ണ് തുറക്കാറായിട്ടില്ല, കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ചെയ്യുക. 2 കാൽമുട്ടിലേക്കും നമ്മുടെ നെറ്റി മുട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ നിലത്ത് സെൻറ്ററിലായിട്ട് നിലത്തേക്ക് നെറ്റി മുട്ടിച്ചതിന് ശേഷം കൈകൾ രണ്ടും കൂടെ ഒന്ന് റബ്ബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്ര നേരം ശവാസനത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയത് അല്ലെങ്കിൽ റെസ്റ്റ് എടുത്തതാണ്, നമ്മൾ റിലാക്സ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അത്രയും നേരം കണ്ണടച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കൈയൊക്കെ റബ്ബ് ചെയ്യുമ്പോൾ ഒരു ചൂട് വരും. ആ ചൂട് നമ്മളുടെ കണ്ണിലേക്ക് കൊടുക്കുക. അപ്പോൾ നല്ലൊരു എനർജി കിട്ടും നമുക്ക്. അത് പതിയെ കവിളുകളിലൊക്കെ തഴുകി നമ്മളുടെ കഴുത്തിലൂടെ അങ്ങനെ തഴുകി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഇത്ര നേരം ചെയ്തതിനൊക്കെ ഒരു റിസൾട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് ഒന്ന് അറിയാൻ ശ്രമിച്ചാൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് അത് ഫീൽ ചെയ്യും. അപ്പോൾ കണ്ണുകളൊക്കെ സാവധാനത്തിൽ തുറക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ആസനമൊക്കെ ചെയ്യുന്നത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സാവധാനത്തിൽ. അപ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.